ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗള്ളി എംപയർ. ഇന്നലെ നമ്മൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ടൊരു മാച്ചായിരുന്നു കണ്ടത്. RCB CSK ലാസ്റ്റ് ബോൾ ത്രില്ലർ ആയിരുന്ന മാച്ച്. ഇന്നലെ RCB CSK 2 റണ്ണിന് തോൽപ്പിച്ച് 2 പോയിന്റ് എടുത്ത് 16 പോയിന്റോടെ ടേബിൾ ടോപ്പേഴ്സ് ആയിരിക്കുകയാണ്. ഇന്നലത്തെ മാച്ച് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടൊരു ഡിസ്മിസലായിരുന്നു. ഡെവോൾട്ട് ബ്രേവിസിന്റെ ഡിസ്മിസൽ. നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ പലയിടത്തും ഫിക്സിങ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറേ ഇത് കാണുന്നുണ്ട്. 17ാമത്തെ ഓവറിലായിരുന്നു ബ്രേവിസ് ക്രീസിലേക്ക് എത്തുന്നത്, ആയുഷ് മാത്രം ഡിസ്മിസലിന് ശേഷം. ബോളർ ആണേലോ ലുങ്കി ഇംഗ്ഡിയും. നമ്മൾ ഒറ്റ നോട്ടം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പാഡിലാണ് ബോൾ കൊള്ളുന്നത്, അത് ഇമ്പാക്ട് ഔട്ട് സൈഡ് ആണെന്ന്. അമ്പയർ നിതിൻ മേനൻ അപ്പം തന്നെ ഔട്ട് വിളിക്കുകയും ചെയ്തു. ഇതിനെ കോൺട്രവേഴ്ഷ്യൽ ആക്കുന്ന ശരിക്കും 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത്രയും ബിഗ് സ്റ്റേജ് ആയ ഒരു IPL ഇതുപോലൊരു മോശം അമ്പയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തേത്, കയ്യിലൊരു റിവ്യൂ ഉണ്ടായിട്ട് പോലും അത് മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്യാൻ ചെന്നൈ ബാറ്റേഴ്സിന് ഇന്നലെ പറ്റിയില്ല എന്നുള്ളതാണ്. DRSന്റെ റൂൾ പ്രകാരം അമ്പയർ ഡിസിഷൻ കാണിച്ചു കഴിഞ്ഞ് 15 സെക്കൻഡിനകം DRS എടുക്കണമെന്നാണ്. അതുപോലെ ക്രിക്കറ്റ് റൂൾ പ്രകാരം അമ്പയർ ഔട്ട് വിളിച്ചു കഴിഞ്ഞാൽ ബോൾ ഡെഡ് ആണെന്നാണ്. എന്നാൽ അമ്പയറിംഗ് ഡിസിഷൻ എന്താണെന്ന് പോലും ഒരു ശ്രദ്ധിക്കാതെ ഓടുന്നതായിട്ടാണ് നമ്മൾ ഇന്നലെ കണ്ടത് റൺസിന് വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇന്നലെ ചെന്നൈ പ്ലേയേഴ്സിന്റെ അടുത്ത് നിന്ന് കണ്ടത് ഒരു ഗെയിം അവയർനെസ് ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലായ്മയൊക്കെ ആയിരിക്കണം. എന്തായാലും ഇത് ശരിക്കും RCBയുടെ വിക്ടറിയിൽ ഒരു മെയിൻ പങ്ക് തന്നെ വഹിച്ചു. എന്താണെന്ന് പറഞ്ഞാൽ ബ്രേവിസ് ഇന്നലെ ഔട്ടായിട്ടായിരുന്നെങ്കിൽ മിക്കവാറും ചെന്നൈ തന്നെ ജയിച്ചേനെ ഇന്നലത്തെ കളി. ആ ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊരു സിമിലർ കോൺട്രവേഴ്സി ഏഡൻ മാർക്കത്തിന്റെ കേസിലുണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കൻ T20 ലീഗിൽ. അതിൽ അമ്പയർ ഔട്ടായിരുന്നു കൊടുത്തിരുന്നത് പാഡ് തട്ടിയോണ്ട്. പക്ഷേ അതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബോൾ ബാക്കിലേക്ക് 4ഉം പോവുകയും ചെയ്തു. പക്ഷേ ഇതിൽ അമ്പയർ ഡിസിഷൻ റിവേഴ്സ് ചെയ്തു റിവ്യൂ എടുത്തു കഴിഞ്ഞപ്പോൾ. പക്ഷെ എന്നാൽ പോലും ആ 4 റൺസ് അവർക്ക് കിട്ടത്തില്ല. ഇത് ശരിക്കും ക്രിക്കറ്റിലെ ഒരു ക്രൈസി റൂൾ എന്ന് തന്നെ പറയാം. ശരിക്കും അവിടെ ബാറ്റ്സ്മാൻ്റെ ഒരു ഫോൾട്ടും അല്ലത്, അമ്പയറിംഗ് ഡിസിഷന്റെ പ്രശ്നങ്ങൾ മൂലമാണിത്. പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു IPL ഫൈനലിലോ ഒരു വേൾഡ് കപ്പ് ഫൈനലിലോ ഒക്കെ വരുമ്പോഴാണ് ശരിക്കും ഇതിന്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുപോലുള്ള ബിഗ് സ്റ്റേജസിലൊക്കെ ഇത്രയും അമ്പയറിംഗ് മോശമാകാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ ഇതുപോലുള്ള ക്രേസി റൂൾസും ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് ICC. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക.